സർഗപ്രതിഭകൾ മാറ്റുരച്ച 63ാമത് ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. 4 ദിവസങ്ങളിലായി രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടന്നത്. കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് തിളക്കം കൂട്ടാൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സ്കൂൾ കലോത്സവം. കൗമാര പ്രതിഭകളുടെ കലാവൈഭവങ്ങൾ പ്രകടമായ ഉജ്ജ്വല വേദി എന്നതിനപ്പുറം നാടിന്റെ തനതായ പല കലാരൂപങ്ങളും കാലഹരണപ്പെട്ടു പോകാതെ പുതിയ തലമുറകളിലേക്ക് പകർന്നുകൊടുത്ത് സ്കൂൾ കലോത്സവങ്ങൾ മലയാളിയുടെ സംസ്കൃതിക്ക് നെടുംതൂണുകളായി മാറുന്ന കാഴ്ചയാണിത്. ബാലകലാമേള എന്നൊരു ചെറിയ ആശയം വളർന്ന ഇന്ന് നാം കാണുന്ന മഹോത്സവത്തിലെത്തി നിൽക്കുമ്പോൾ അതിനു പിറകിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും കലോപാസനയുടെയും ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും കഥ കാണാവുന്നതാണ്. 63ാമത് ബേക്കൽ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം 4 ദിവസങ്ങളിലായി രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. അറബിക് കലോത്സവം ചിത്താരി ഹിമായത്തുൽ ഇസ്ലാമിക് സ്കൂളിലും സംസ്കൃത കലോത്സവം മുക്കൂട് സ്കൂളിലും നടന്നു. ബേക്കൽ ഉപജില്ലയിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 5000-ഓളം കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. ശോഭന ക്ലബിലും രാമഗിരി ഓഡിറ്റോറിയത്തിലും വേദിയൊരുക്കിയിരുന്നു. കലോത്സവം തീരുമാനിച്ചതു മുതൽ മികച്ച പ്രവർത്തനമാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്നത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ K. സബീഷ്, ജനറൽ കൺവീനർ K. ജയചന്ദ്രൻ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ A. പവിത്രൻ മാസ്റ്റർ, പബ്ലിസിറ്റി ചെയർമാൻ K. ചന്ദ്രൻ, പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ മധു K, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ P. സതീശൻ, ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ അനീഷ് ദീപം, കൺവീനർ രാകേഷ് മാസ്റ്റർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. സബ് ജില്ലാ കലോത്സവം ഒരു പഞ്ചായത്തിൽ ഒരു തവണ നടത്തിയാൽ നമ്മുടെ സബ് ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളെല്ലാം നടത്തി അതിനുശേഷമാണ് പിന്നീട് കലോത്സവം നടത്താറുള്ളത്. എന്നാൽ കഴിഞ്ഞല്ല, അതിന് തൊട്ടു മുമ്പത്തെ വർഷമാണ് വെള്ളിക്കോത്ത് സ്കൂളിൽ കലോത്സവം നടത്തിയത്. കഴിഞ്ഞ വർഷം പെരിയൽ HM ഫോറം എന്ന നിലയിലാണ് നടത്തിയത്. അപ്പോൾ ബേക്കൽ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഒരു പ്രശ്നം, സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫണ്ട് കുറവാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഫണ്ട് ശേഖരിക്കേണ്ട ഒരു സാഹചര്യം സബ് ജില്ലാ കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആരും ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാത്ത സാഹചര്യം പൊതുവിൽ ഉണ്ട്. കാരണം അത്രയും ഫണ്ട് ഇതിൻ്റെ ഭാഗമായി സ്വരൂപിക്കണമെന്നുള്ളത്. പക്ഷേ AEO നമ്മോട് ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് രാമണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ 7 വർഷമായി ഈ സബ് ജില്ലാ കലോത്സവം നടന്നിട്ട്, അപ്പം അങ്ങനെ കുട്ടികളുടെ കലോത്സവമാണ്, കുട്ടികളുടെ കലോത്സവം നടത്താൻ കഴിയില്ല എന്ന് നമുക്കങ്ങനെ പറയാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ കലോത്സവത്തെ ഏറ്റെടുക്കാനുണ്ടായത്. കുടുംബശ്രീ പ്രവർത്തകരുടെയും ഊട്ടുപുരക്കാരുടെയും വളണ്ടിയർമാരുടെയും പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ്. സമാപന ദിവസമായ ശനിയാഴ്ച 6000 പേർക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. കലോത്സവത്തെ മികച്ചതാക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ. ഏകദേശം 3000-ഓളം ആളുകൾക്ക് നമുക്കിന്ന് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള സഹകരണമാണ് ഈ നാട്ടുകാരും കുടുംബശ്രീ പ്രവർത്തകരും ക്ലബ്ബ് പ്രവർത്തകരും അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരും എല്ലാം ദിവസങ്ങളോളമായി ഇതിൻ്റെ പിന്നിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ 5 തരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ചെറുപയറിൻ്റെ പായസമാണ് ഇന്ന് കൊടുത്തത്, പരിപ്പിൻ്റെ പായസമാണ് കൊടുത്തത്. അതുപോലെ കൂട്ടുകറി, അച്ചാറ്, ഉപ്പേരി അടക്കം നല്ല രീതിയിലുള്ള ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നല്ല ഭക്ഷണം തന്നെയാണ് നമ്മൾ ഓരോ ദിവസം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നാളെ പാൽപ്പായസമാണ്, അവസാന ദിവസം ഗോതമ്പിൻ്റെ പരിപ്പിൻ്റെ പായസമാണ്. അപ്പോൾ അടുത്ത ദിവസം ഏകദേശം ഒരു 3000-ഓളം ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവസാന ദിവസം ഒരു 6000-ഓളം ആളുകൾ നമ്മൾ ഈ ഒരു കലോത്സവത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്ന ആളുകൾക്കൊക്കെ വയറ് നിറച്ച് ഭക്ഷണങ്ങൾ കൊടുക്കാൻ നമ്മളെ ഭക്ഷണ കമ്മിറ്റിക്ക് കഴിയുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കൂട്ടായ്മ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ ഈ നാട്ടുകാരും ക്ലബ്ബ് പ്രവർത്തകരും അധ്യാപകരും അടങ്ങുന്ന ഒരു വലിയൊരു കൂട്ടായ്മ ഇതിന്റെ പിന്നിലുണ്ട്. കലോത്സവത്തിന്റെ വിജയത്തിനായി രാപ്പകലില്ലാതെ ഓടി നടന്നവർക്കുള്ള സ്ഥാനം അരങ്ങിലെ താരങ്ങൾക്കൊപ്പം തന്നെയാണ്. കലോത്സവത്തെ ഇത്ര ജനകീയമാക്കുന്നതിൽ മാധ്യമങ്ങൾ നൽകിയ നിർലോഭമായ പിന്തുണയും വിസ്മരിക്കാനാവില്ല. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.